ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ഒരു പാർട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2024-25 PYQ എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഈ ഒരു ക്വസ്റ്റ്യന് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്തത് താഴെ തന്നിരി 7ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുവാനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. എല്ലാ ഓപ്ഷനും ഇല്ല ഇതിനകത്ത്. രണ്ടൊഴിച്ച് ബാക്കി എല്ലാം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അതുകൊണ്ടായിരിക്കും അത് ക്യാൻസൽ ചെയ്തിരിക്കുന്ന. ഓപ്ഷൻ ഇല്ല. 1, 3, 4, 5, 6. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സമീപിക്കേണ്ട കോടതി ഏത്? അല്ലെങ്കിലും ഈ ലാസ്റ്റ് LGSനും LDCക്കും ഒക്കെ ഇഷ്ടം പോലെ എന്തുണ്ടായിരുന്നു, ഡിലീഷൻ ഉണ്ടായിരുന്നു അല്ലെ. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് സമീപിക്കേണ്ട കോടതി ഏത്? ഏതാണ്? കോടതിയെ സമീപിക്കേണ്ട ആവശ്യം ഇല്ല. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യൂ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. പാർലമെന്റിലെ പ്രധാനപ്പെട്ട ചുമതല ഏത്? പൗരന്മാരുടെ അവകാശ സംരക്ഷണം, നിയമനിർമ്മാണം, പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണൽ, കൃത്യമായ ഭരണം കാഴ്ചവെക്കൽ. നിയമനിർമ്മാണം ആണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. നിയമനിർമ്മാണം. അടുത്തത് 170-24 എന്ന് പറയുന്ന ഒരു ചോദ്യ പേപ്പറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ ആണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗം, ഏത് പാർട്ടിലാണ്? പാർട്ട് 2-ലാണ്. പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങളെ പറ്റിയിട്ടും പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ടും ആണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? വിദ്യാഭ്യാസം ആണ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് 165-24. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ടത് ഏത്? ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം റിപ്പീൽ ചെയ്തത് 44th അമെൻമെന്റ് പ്രകാരം ആണ്. ഇപ്പൊ അത് 300A പറഞ്ഞിരിക്കുന്നത്. ലീഗൽ റൈറ്റ് ആണ്. ഇത് നേരത്തെ ഫണ്ടമെന്റൽ റൈറ്റിലായിരുന്നു. ആർട്ടിക്കിൾ 31 മൊറാർജി ദേശായി ആണ് ഇത് മാറ്റിയത്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നാരങ്ങ വെള്ളത്തിന്റെ pH 2.4 ആണ്. ഇനി മതവുമായി ബന്ധപ്പെട്ട് നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കപ്പെടാവുന്ന കോടതി ഏത്? 3 സുപ്രീം കോടതിയും ഹൈക്കോടതിയിലും മാത്രമേ ഉള്ളൂ. അതായത് റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന കോടതി ഏതെന്നാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്, അഗൈൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്, ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് 106. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ ഡിലീറ്റ്
ഇത് 128, 24 128, 24. ആ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്നു. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടന, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 21A ഒള്ളി 1ഉം 2ഉം. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളൂ. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാവൂ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഇല്ല. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാൻ സാധിക്കും. എല്ലാ ആൻസറും ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട്. നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്യാൻസൽ ചെയ്തു. ദൈവമേ. നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തമാണ്. മൗലിക അവകാശങ്ങൾക്ക് പുറമെ ചില അവകാശങ്ങളാണ് ഇവ. സമൂഹം കൈക്കൊള്ളേണ്ട ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആണ് ഇവ. ശരിയായിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ശരിയില്ലേ? ജസ്റ്റ് ക്ഷേമരാഷ്ട്ര സങ്കല്പം മാത്രമേ ഉള്ളൂ. ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവന. അഗെയിൻ ഏതാണ് വരുന്നത്? ഏക പൗരത്വ നിയമം. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. ഇന്ത്യയുടെ അഖണ്ഡത ഊട്ടി ഉറപ്പിക്കുക. ഒരു സെക്കൻഡ്. ഓക്കെ, ഏക പൗരത്വം എന്ന് പറയുന്ന നിയമം നോർമലി നമുക്ക് പാർട്ട് 2 പറയുന്നുണ്ട്. DPSP ജസ്റ്റ് ഒരു സജഷൻ പോലെ പറയുന്നു എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇനി ഇവിടുത്തെ ആൻസർ 25C ആണ്. 1ഉം 2ഉം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതി 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ടറൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ അല്ല. 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഇലക്ടറൽ കോളേജ് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളല്ല. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? എല്ലാം ശരിയാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ സുപ്രീം കോടതി. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. 143 143. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരി ഏത്? കേന്ദ്ര ലിസ്റ്റ് വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കൃഷി ഉൾപ്പെടുന്നില്ല. ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ശരി ഏത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയം ആണ്. സൈബർ നിയമങ്ങൾ വിശിഷ്ട അധികാരങ്ങളിൽ വരുന്നു.
എല്ലാം ശരിയാണ്. പൊതുജനാരോഗ്യവും കൃഷിയും എല്ലാം സംസ്ഥാന ലിസ്റ്റാണ്. വനം കൺകറന്റ് ലിസ്റ്റാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ വരും. ശരിയായ പ്രസ്താവന. 73-ാം ഭേദഗതിയെ ചെറു ഭരണഘടന എന്ന പേരിൽ അറിയപ്പെടുന്നു. 74-ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? എ. ഷാജഹാൻ ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ധർമ്മം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക ഇവരുടെ ഒരു ജോലിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ ഒരു ടൈമിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ. ഷാജഹാൻ ആയിരുന്നു. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? 11 മൗലിക കർത്തവ്യങ്ങൾ ഉണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. 51A കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 4A കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എല്ലാം ശരിയാണ്. 11 മൗലിക കടമകളുണ്ട്. 51A ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 4A പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് ഫിനാൻസ് കമ്മീഷനാണ്. 16-ാം ധനകാര്യ കമ്മീഷൻ ആരാണ് വരുന്നത്? അരവിന്ദ് പനഗറിയ. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏത്? ആർട്ടിക്കിൾ 312 ഓൾ ഇന്ത്യ സർവീസ്. യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങൾ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 7-ാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. UPSC കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? മൂന്ന് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. പ്രധാനമന്ത്രിക്കുണ്ടെന്ന് ഭരണഘടന പറയുന്നില്ല. അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. 62 വയസ്സിൽ വിരമിക്കൽ പ്രായം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം പ്രസിഡന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ തീരുമാനിക്കുന്നതും ആര് തന്നെ ആണ്? അവരുടെ സേവന വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതും എല്ലാം പ്രസിഡന്റ് തന്നെയാണ്. അപ്പൊ ഇവരുടെ കാലാവധി 6 വർഷം അല്ല എങ്കിൽ 65 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഞാൻ മുമ്പേ ആർട്ടിക്കിൾ 28 പറഞ്ഞപ്പോൾ ഒരു തെറ്റ് പറഞ്ഞു. നികുതി എന്ന് പറഞ്ഞായിരുന്നു. 27 ആണ് നികുതിയുമായി ബന്ധപ്പെട്ടത്. ഇപ്പോഴാണ് ഓർത്തത്. 28 എന്ന് പറഞ്ഞിരിക്കുന്നത് മതപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റിന്റെ ഫണ്ട് കൊണ്ടോ യൂണിയന്റെ ഫണ്ട് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്ന സ്കൂളുകളിൽ എന്ത് പാടില്ല എന്നാണ് പറയുന്നത്? മതബോധനം പാടില്ല എന്നാണ് 28 of 1, 2 അതിന്റെ പല വേർഷൻസ് 3 വരെ ഉണ്ട്. അപ്പൊ 28 എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് കുട്ടികളെ നിർബന്ധിച്ചൊന്നും മതപഠനത്തിന് ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 28. നികുതി ഒഴിവുകൾ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 27 ആണ്. അപ്പൊ അത് ഞാൻ തെറ്റുപറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണേ. ഇവിടെ 6 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സാണ് വരുന്നത്. ബാക്കിയെല്ലാം പ്രസിഡന്റിന്റെ കാര്യമാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 133-24 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ശരിയായിട്ടുള്ള വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? 1951 രൂപം കൊണ്ട ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി ആയിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളവയാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളവയാണ് ഈ സമിതി. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല. ഇതേ പോയിന്റ് തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിന് പണ്ട് ചോദിച്ചിട്ടുള്ളതാണ് 2022-23 കാലഘട്ടത്തില്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്
എന്താണ് 1, 2, 3 ശരിയാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവം ഉണ്ട് ഫിനാൻസ് കമ്മീഷന്. നിർദ്ദേശങ്ങൾ ഒരു അഡ്വൈസറി പോലെയാണ്, ഉപദേശം പോലെയാണ്. KC നിയോഗിയായിരുന്നു 51 രൂപം കൊണ്ട് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? നാലാമത്തതാണ്, അതായത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരി. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നേടിയത്. 93 ആണ് ഇത് രൂപീകരിച്ചത്. അപ്പൊ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ച ഭരണഘടനാ ഭേദഗതി 102 ആണെന്ന കാര്യം ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് കോഴ്സിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഫോക്കസ് ഏരിയ 10th ലെവൽസ് മെയിൻസ് റിലേറ്റ് ചെയ്ത് 599 rupees ആണ് വരുന്നത്. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഏകദേശം 50 hours ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് മെയ് 20 വരെയാണ് അതിന്റെ ക്ലാസ്സസ് വരുന്നത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് ലൈവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തന്നെ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കൂടെ പറയണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.